മാർക്കറ്റിംഗ് ടീമിന് കൊടുക്കുന്ന സാലറി ആക്ച്വലി നഷ്ടമാണ് ഇന്നത്തെ കാലത്ത്. എന്തുകൊണ്ടാണെന്ന് അറിയോ? നിങ്ങൾ മാർക്കറ്റിംഗ് ടീമിൽ കുറെ ആൾക്കാരുണ്ടാവും. ഒരു ഡിസൈനർ, എഡിറ്റർ, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റർ, കണ്ടന്റ് റൈറ്റർ, SEO സ്പെഷ്യലിസ്റ്റ്, ആഡ് സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ആക്ച്വലി സ്പീക്കിംഗ് ഇന്ന് ഒരാൾ മതി. അയാൾ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ AI വെച്ചിട്ട് അയാൾക്ക് ഡിസൈൻ ചെയ്യാം, വീഡിയോ ചെയ്യാം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, ചെറുതായിട്ട് എഡിറ്റിംഗ് പഠിച്ചാൽ മതി. അയാൾക്ക് തന്നെ ഇന്ന് പഠിച്ച ആഡ്സും ചെയ്യാൻ പറ്റും. അത്ര കോംപ്ലിക്കേറ്റഡ് പ്രോസസ് അല്ല. അതിൽ തന്നെ കുറച്ച് ഓട്ടോമേഷൻ കൂടി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 person ഈസ് ഇനഫ് ഫോർ യുവർ മാർക്കറ്റിംഗ്. അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഏജൻസി. ഇതിന്റെ ആവശ്യമുള്ളൂ. ബാലൻസ് എമൗണ്ട് ഫുള്ള് നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? റീച്ചിൽ. ഈ റീച്ച് എന്താ? റീച്ച് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് കുറെ ആൾക്കാർ നമ്മളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, ലീഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും മനസ്സിലാക്കുക, ഒരു ലോ ഓഫ് ആവറേജ് ആണ് നമ്പർ ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സെയിൽസ് നിങ്ങൾ എത്രയാണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇനഫ് ക്വാളിഫൈഡ് ലീഡ് കൊണ്ടുവരുന്ന സിസ്റ്റംസിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിൽസ് പിടിക്കാൻ പറ്റും. പക്ഷെ അതിന് പകരം ആ കോസ്റ്റിൽ വലിയൊരു ഭാഗം നിങ്ങൾ മാൻ പവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും സെയിൽസ് വരണമെന്നില്ല. സോ റീച്ച്, ക്വാളിഫൈഡ് ലീഡ്സ്, കറക്റ്റ് ഫോളോ അപ്പ് ക്യാൻ ബ്രിങ് യു മോർ സെയിൽസ്. അതിലേക്കാണ് നിങ്ങൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റിംഗ് ടീമിന് കൊടുക്കുന്ന സാലറി കട്ട് ചെയ്യുന്നതിന് വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി AI വെച്ചിട്ട് കുറെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഒരു AI ഏജന്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ലീഡ്സിനെ ഫോളോ അപ്പ് ചെയ്യാനും ടെക്നോളജി വിൽ ഡു. സെയിൽസ് ടീം പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യണമെന്നില്ല. മുന്നേ ലീഡ് വരുമ്പോൾ സെയിൽസ് ടീം പ്രൊഡക്റ്റിനെയാണ് പിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇനി അത് വേണ്ട. ഇനി ഡയറക്റ്റ് ക്ലോസിംഗ് കോൾ ചെയ്താൽ മതി. കാരണം പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് AI വിൽ ഗീവ്. കസ്റ്റമറെ ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, അവിടെ മാത്രം സെയിൽസ് ടീം വർക്ക് ചെയ്താൽ മതി. അപ്പൊ തന്നെ നമ്പർ ഓഫ് കോൾസ് കുറഞ്ഞില്ലേ, അവിടെ നിങ്ങൾക്ക് കോസ്റ്റ് സേവ് ചെയ്യാം. ഇത് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ഒരുപാട് പൈസ അനാവശ്യമായിട്ട് ചെലവാക്കുന്നുണ്ട് ഇപ്പോൾ.